ഒരുത്തൻ സലഫിയായാൽ അല്ലെ ശിയാക്കളിൽപ്പെട്ടാൽ അല്ലെങ്കിൽ റാഫിദത്തായാൽ ഖവാരിജിൽപ്പെട്ടാൽ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ടാൽ അവനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഒരു തവണയല്ല രണ്ട് തവണയല്ല പല സ്ഥലത്തും ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സുന്നിയല്ലാത്തവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു. അത് പറയേണ്ടതല്ലേ മുസ്ലിമീങ്ങളെ? കാരണം അള്ളാന്റെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ അതേ മലക്കുകളെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ഒരു മുസ്ലിമിന് ധൈര്യം വരുമോ? അറിവില്ലാത്ത ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുമ്പോ പറയൽ നിർബന്ധമായതുകൊണ്ടല്ലേ മഹാനായ ഗൗസുൽ ആദം മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ കിതാബുൽ ഉമ്മിയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഫഅലൽ മുഅ്മിനീന ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ. അതേ മുഅ്മിനായ മനുഷ്യൻ സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു. അതിന്റെ ശേഷം അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അവരോട് എതിർത്തു തന്നെ നിൽക്കണം. വലായിരായും അവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാടും ചെയ്യാൻ പാടില്ല. എന്തിനധികം ഒരു പെരുന്നാളിന്റെ അന്ന് ആശംസ പോലും അവർക്ക് പറയാൻ പാടില്ല, അവർക്ക് നിക്കാഹും ചെയ്തു കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇതല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ അവர்கள் അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിച്ചാൽ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശംസുൽ ഉലമാ ഉസ്താദ് ഫത്വ കൊടുത്തപ്പോ ഈ ഇബാറത്തിൽ ഉദ്ധരണിയല്ലേ എടുത്തുദ്ധരിച്ചത്? അപ്പൊ ശംസുൽ ഉലമയും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നാണ്. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത് ദീനിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാര് പറയുമ്പോ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഖുർആനും ഹദീസും അനുസരിച്ച് വല്ല വാദവും പറയാറുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഇമാമിങ്ങളെ കിതാബുകളാണ് ഉദ്ധരിക്കേണ്ടത്, അല്ലാതെ വിവരമില്ലാത്തവന്ന് നാക്കടിച്ചത് കൊണ്ട് കാര്യമില്ല, നാക്കിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യം എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കണം. വലായുനായും അവരുമായി നിക്കാഹ് ബന്ധം പാടില്ല എന്നത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വെറുതെ പറഞ്ഞാണോ? അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ്, ഖദരിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് മിസ്കാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുമായി വിവാഹ ബന്ധം നടത്താൻ പാടില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താണോ, ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണോ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് എന്താണോ, ലോകത്തുള്ള ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, അത് പറയലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കർത്തവ്യം. അത് നിർവഹിക്കുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങുക, തെറ്റായ വിശ്വാസങ്ങൾ വലിച്ചെറിയുക. ഇതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ അള്ളാന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, അള്ളാന്റെ റസൂലിന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, മലക്കുകളെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. ഇതെന്റെ വകയിലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസല്ലേ, മൻ ഹദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായാൽ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വമഹാന്മാരായ ജനങ്ങളെയും ലഅനത്തുണ്ട്. അവന്റെ ഒരു ഫർളും സുന്നത്തും ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഓ സുഹൃത്തുക്കളെ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് തന്നെയാണ്, സാധുക്കളായ ഞങ്ങളും പറയുന്നത്. ഞങ്ങളെ വകയിൽ പ്രത്യേകിച്ച് പുതിയതൊന്നും പറയലില്ല. അങ്ങനെ പറയാൻ പാടും. പുതിയത് പറഞ്ഞാൽ പ്രത്യാവാദിയാവും. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അതെല്ലാം ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം പറയാണ്. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ചില ധാരണകളുണ്ട്.
അവരുടെ അടുത്ത് പണം ഉണ്ടാവും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവും. അതുകൊണ്ടൊന്നും സുന്നത്തി ജമാഅത്തിനെ വിളിക്കാൻ കഴിയില്ല.